ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 9, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും നമുക്കറിയാം കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം എന്താണെന്നും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നമ്മൾ ട്രൈ ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്ന് സെപ്റ്റംബർ 9 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: കേരളസ് മാറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് റൈസസ് സ്റ്റീപ്ലി. കേരളത്തിലെ മാതൃമരണ അനുപാതം കുത്തനെ ഉയരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2021-23 ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്പെഷ്യൽ ബുള്ളറ്റിൻ അനുസരിച്ച് കേരളത്തിലെ മാതൃമരണ അനുപാതം 18 നിന്ന് എത്രയായി കുത്തനെ ഉയരുന്നു. 1,00,000 ജനനങ്ങളിൽ 30. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ വാർത്തയാണ്. അതായത് 2021-23 കണക്കനുസരിച്ച് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്പെഷ്യൽ ബുള്ളറ്റിൻ അനുസരിച്ച് കേരളത്തിലെ മാതൃമരണ അനുപാതം ഏറ്റവും കുറവ് 18 ആയിരുന്നത് അതിപ്പോൾ കയറി വരുന്നു എന്നതാണ്. ഇപ്പോൾ 1,00,000 ലൈവ് ബർത്ത്, അതായത് ജനനങ്ങളിൽ 30 പേരാണ് മരിക്കുന്നത്. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. കേരള ആരോഗ്യ വകുപ്പിന്റെ കണക്കനുസരിച്ച് COVID-19 കാരണം 2021 കേരളത്തിലെ മാതൃമരണ റെക്കോർഡ് എത്രയായിരുന്നു? 1,00,000 ജനനങ്ങളിൽ 97 മാതൃമരണങ്ങൾ. 2021 ആ സമയങ്ങളിൽ കോവിഡ് മൂലം 97 മാതൃമരണം ആണ് റെക്കോർഡ് ഉണ്ടായിരുന്നത്. എന്നാൽ അത് പിന്നീട് വളരെ കുറയുകയും 18 എന്ന ലെവലിലേക്ക് എത്തുകയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്പെഷ്യൽ ബുള്ളറ്റിൻ അനുസരിച്ച് ഇപ്പോൾ മാതൃമരണം 30 എന്ന ലെവലിലേക്ക് ഉയർന്നിരിക്കുകയാണ്. സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പിന്റെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട് അനുസരിച്ച് 2023 കേരളത്തിലെ ആകെ ജനനങ്ങളുടെ എണ്ണം എത്ര? 4,00,000-ൽ താഴെ. 3,93,231 ജനനങ്ങൾ. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. അതായത് ജനനങ്ങൾ ഇതും വളരെ കുറഞ്ഞു വരികയാണ്. 2023 കണക്കനുസരിച്ച് കേരളത്തിൽ ബിലോ 4 ലാക്ക്, അതായത് 3,93,231 ജനനങ്ങൾ ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് കേരളത്തിൽ ജനനനിരക്കും അത് കുറഞ്ഞു വരികയാണ് എന്നതാണ് ഈ കണക്കനുസരിച്ച് പറയുന്നത്. ഈ ഒരു ന്യൂസ് ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ വാർത്തയാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: പ്രൈം മിനിസ്റ്റർ മോദി ടു ലോഞ്ച് സ്വസ്ഥ് നാരി സശക്ത പരിവാർ അഭിയാൻ. പ്രധാനമന്ത്രി മോദി സ്വസ്ഥ് നാരി സശക്ത പരിവാർ അഭിയാൻ ആരംഭിക്കും. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്, ഒരു സ്കീം ആണ് പുറത്തിറക്കാൻ പോകുന്നത്, അതായത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പേരാണ് സ്വസ്ഥ് നാരി സശക്ത പരിവാർ അഭിയാൻ. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പ്രധാനമന്ത്രി സ്വസ്ഥ് നാരി സശക്ത പരിവാർ അഭിയാൻ ഏത് തീയതിയിലാണ് ആരംഭിക്കുക? 2025 സെപ്റ്റംബർ 17. ഈ വരുന്ന സെപ്റ്റംബർ 17 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു സ്കീം ആണ് സ്വസ്ഥ് നാരി സശക്ത പരിവാർ അഭിയാൻ. സെപ്റ്റംബർ 17 എന്ന് പറയുമ്പോൾ പ്രത്യേക ദിവസമാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ജന്മദിനമാണ് സെപ്റ്റംബർ 17. ഈ ഒരു ദിവസമാണ് ഈ ഒരു പുതിയ സ്കീം ആരംഭിക്കാൻ പോകുന്നത്, സ്വസ്ഥ് നാരി സശക്ത പരിവാർ അഭിയാൻ. 2025 സെപ്റ്റംബർ 17 ആരംഭിക്കുന്ന സ്വസ്ഥ് നാരി സശക്ത പരിവാർ അഭിയാന്റെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയിലുടനീളമുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ആരോഗ്യ സേവനങ്ങൾ വർദ്ധിപ്പിക്കൽ. ബൂസ്റ്റിംഗ് ഹെൽത്ത് കെയർ സർവീസസ് ഫോർ വുമൻ ആൻഡ് ചിൽഡ്രൻ അക്രോസ് ഇന്ത്യ. ഇന്ത്യയിലുടനീളം സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ ഹെൽത്ത് കെയർ ബന്ധപ്പെട്ട ഒരു പുതിയ സ്കീം ആണ് ആരംഭിക്കാൻ പോകുന്നത് സെപ്റ്റംബർ 17 സ്വസ്ഥ് നാരി സശക്ത പരിവാർ അഭിയാൻ. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ സ്വസ്ഥ് നാരി സശക്ത പരിവാർ അഭിയാൻ പ്രചാരണത്തിനായി എത്ര ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കും? 75,000 ഹെൽത്ത് ക്യാമ്പുകൾ. 75,000 ആരോഗ്യ ക്യാമ്പുകൾ ആണ് ഈ വരുന്ന സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ ഇന്ത്യയിലുടനീളം ആരംഭിക്കാൻ പോകുന്ന ഈ ഒരു പുതിയ സ്കീം അത് ലോഞ്ച് ചെയ്യാൻ പോകുന്നതും അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ നടക്കാൻ പോകുന്നതും. പ്രധാനമായിട്ടും പറയുമ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹെൽത്ത് കെയർ ബന്ധപ്പെട്ട ഒരു സർവീസ് ആണ് ഇത് ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ വർഷവും പോഷൺ മാ അല്ലെങ്കിൽ ദേശീയ പോഷകാഹാര മാസം എന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ ഏത് മാസത്തിലാണ് നടക്കുന്നത്? സെപ്റ്റംബർ 17 ലോഞ്ച് ചെയ്യാൻ പോകുന്ന ആ പുതിയ സ്കീം ആണ് സ്വസ്ഥ് നാരി സശക്ത പരിവാർ അഭിയാൻ.
ഇതിനോടൊപ്പം തന്നെ മറ്റൊരു ക്യാമ്പയിൻ കൂടിയുണ്ട്. അതാണ് പോഷൻ മാ അല്ലെങ്കിൽ നാഷണൽ ന്യൂട്രീഷൻ മന്ത്. ഇത് എല്ലാ വർഷവും സെപ്റ്റംബറിൽ നടക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പുതിയൊരു സ്കീമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇന്നത്തെ ഈ വാർത്ത. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് സ്കൈ വാച്ചേഴ്സ് വിറ്റ്നസ്ഡ് സ്പെക്ടാക്കുലർ ടോട്ടൽ ലുണാർ എക്ലിപ്സ് ബ്ലഡ് മൂൺ. ആകാശ നിരീക്ഷകർ അതിശയകരമായ പൂർണ്ണ ചന്ദ്രഗ്രഹണം, രക്തചന്ദ്രൻ എന്നിവ കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു ലൂണർ എക്ലിപ്സ് അല്ലെങ്കിൽ ബ്ലഡ് മൂൺ എന്നറിയപ്പെടുന്ന ചന്ദ്രഗ്രഹണം. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബറിൽ ലോകം ഏത് ദിവസമാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം കണ്ടത്? സെപ്റ്റംബർ 7 മുതൽ 8 വരെ. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 7 മുതൽ 8 വരെയായിരുന്നു ഈ വർഷത്തെ രണ്ടാമത്തെ ചന്ദ്രഗ്രഹണം. ഇതിനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ള ഒന്നാണ് ബ്ലഡ് മൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏതാണ്ട് റെഡ് കളറിലെ ഒരു മൂൺ ആയിരുന്നു ആകാശ നിരീക്ഷകർ അന്ന് വിറ്റ്നസ് ചെയ്തിട്ടുള്ളത്, അന്ന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 7 മുതൽ 8 വരെ. 2025 സെപ്റ്റംബർ 7 മുതൽ 8 തീയതികളിൽ ഇന്ത്യ എത്ര മിനിറ്റ് പൂർണ്ണ ചന്ദ്രഗ്രഹണം കണ്ടു? 48 മിനിറ്റ്. 48 മിനിറ്റ്സ് ആണ് ഇന്ത്യയിൽ അത് നീണ്ടു നിന്നിട്ടുള്ളത്. അതായത് പൂർണ്ണമായിട്ടും സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ ഭൂമി വരികയും ആ സമയത്ത് ഉണ്ടാകുന്ന ഒന്നിനെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഇത് ഈ വർഷത്തെ രണ്ടാമത്തെ ഒരു ഗ്രഹണമായിരുന്നു. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് അറ്റ് 102 കോക്കിച്ചി അക്കുസാവ ബിക്കംസ് ഓൾഡസ്റ്റ് ടു ക്ലൈംബ് മൗണ്ട് ഫുജി. 102 കോക്കിച്ചി അക്കുസാവ മൗണ്ട് ഫ്യൂജി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി. ഇന്ന് 102 വയസ്സെന്ന് പറയുമ്പോൾ നമുക്ക് അത് വളരെ വലിയൊരു പ്രായമാണ്. സാധാരണയായിട്ട് 60 വയസ്സ് കഴിയുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിൽ വരുന്ന ഒന്നാണ് പ്രായമായി എന്ന്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് 102ാമത്തെ വയസ്സിൽ മൗണ്ട് ഫ്യൂജി കയറിയ വ്യക്തിയാണ് കോക്കിച്ചി അക്കുസാവ, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കിയ വ്യക്തി. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജപ്പാന്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് ഫ്യൂജി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? 102 വയസ്സുള്ള കോക്കിച്ചി അക്കുസാവ. 102ാമത്തെ വയസ്സിൽ ആണ് കോക്കിച്ചി അക്കുസാവ ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് ഫ്യൂജി കീഴടക്കിയിട്ടുള്ളത്. ഈ ഒരു പ്രായത്തും മകളുടെ പ്രചോദനം ഒപ്പം തന്നെ സപ്പോർട്ട് കൂടിയാണ് കോക്കിച്ചി അക്കുസാവ 102ാമത്തെ വയസ്സിൽ ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് ഫ്യൂജി കീഴടക്കിയിട്ടുള്ളത്. മൗണ്ട് ഫ്യൂജിയുടെ ഉയരം എന്താണ്? 3776 മീറ്റർ. 3776 മീറ്റർ ആ ഉയരം താണ്ടി കടക്കുകയും അതിനെ കീഴടക്കുകയും ചെയ്തിട്ടുള്ള ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് 102 വയസ്സുള്ള കോക്കിച്ചി അക്കുസാവ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആണ്. 96ാമത്തെ വയസ്സിൽ അദ്ദേഹം അത് കീഴടക്കിയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് സാധിക്കാതെ വന്നു, കാരണം ഹെൽത്ത് ബന്ധപ്പെട്ട്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ കോക്കിച്ചി അക്കുസാവ 102ാമത്തെ വയസ്സിൽ മൗണ്ട് ഫ്യൂജി കീഴടക്കിയിട്ടുള്ള ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിട്ട് മാറിയിട്ടുള്ളത്. ജപ്പാന്റെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് ഫ്യൂജി കീഴടക്കിയ 102 വയസ്സുള്ള കോക്കിച്ചി അക്കുസാവ ഏത് രീതിയിലാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ചത്? 2025 ഓഗസ്റ്റ് 5. ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 5-ാം തീയതിയാണ് കോക്കിച്ചി അക്കുസാവ 3776 മീറ്റർ ഉയരമുള്ള ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് ഫ്യൂജി കീഴടക്കിയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് സുപ്രീം കോർട്ട് ഓർഡേഴ്സ് പോൾ പാനൽ ടു അക്സെപ്റ്റ് ആധാർ ആസ് ID. ആധാർ തിരിച്ചറിയൽ കാർഡായി സ്വീകരിക്കാൻ തിരഞ്ഞെടുപ്പ് പാനലിനോട് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഇത് മിക്കവാറും എല്ലാ പത്രങ്ങളിലെയും ഇന്നത്തെ ഫ്രണ്ട് പേജിലെ മെയിൻ ഹെഡിംഗ് ആണ് സുപ്രീം കോർട്ട് ഓർഡേഴ്സ് പോൾ പാനൽ ടു അക്സെപ്റ്റ് ആധാർ ആസ് ID. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 8 ഏത് കോടതിയിലാണ് ആധാറിന്റെ ഉപയോഗം ഇന്ത്യൻ പൗരത്വത്തിന്റെ തെളിവായിട്ടല്ല മറിച്ച് തിരിച്ചറിയൽ രേഖയായി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് വ്യക്തമാക്കിയത്? സുപ്രീം കോടതി. ഇതുവരെ ഇലക്ഷൻ കമ്മീഷണർ ആധാർ കാർഡിനെ ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന ലെവലുള്ള ഒരു പ്രൂഫ് ആയിട്ട് മാത്രമേ കണ്ടിരുന്നുള്ളൂ. എന്നാൽ സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ആണ് സെപ്റ്റംബർ 8-ാം തീയതി, അതായത് ആധാർ കാർഡിനെ ഒരു ഐഡന്റിറ്റി കാർഡ് എന്ന ലെവലിലും അതിനെ കാണണം എന്നുള്ള ഒരു നിർദ്ദേശം. ഏത് സംസ്ഥാനത്തിന്റെ ഇലക്ട്രൽ റോളിലാണ് ആധികാരികത പരിശോധിക്കുന്നതിനായി ആധാറിനെ 12ാമത്തെ സൂചികയായി ഉൾപ്പെടുത്താൻ സുപ്രീം കോടതി കമ്മീഷൻ നിർദ്ദേശിച്ചത്? ബീഹാർ സംസ്ഥാനത്താണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ബീഹാർ സംസ്ഥാനത്തിന്റെ ഇലക്ട്രൽ റോളിൽ ആധാർ കാർഡ് ഉള്ളവർക്ക് അത് ഐഡന്റിറ്റി എന്ന ലെവലിൽ തെളിയിക്കാനും
ലിസ്റ്റ് ഓഫ് ഐഡന്റിറ്റി കാർഡുകളിൽ 12ാമത്തെ ലിസ്റ്റ് ആയിട്ട് ആധാർ കാർഡിനെയും കാണണമെന്നുള്ള സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിർദ്ദേശമാണത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ഇയർ ലോങ് സെലിബ്രേഷൻ ഓഫ് ഭൂപൻ ഹസാരിക ബർത്ത് സെന്റിനറി. ഭൂപൻ ഹസാരികയുടെ ജന്മശതാബ്ദിയുടെ ഒരു വർഷത്തെ ആഘോഷം. ഏത് സംസ്ഥാനമാണ് ഭൂപൻ ഹസാരികയുടെ ബർത്ത് സെന്റിനറി ഇത് ആഘോഷിക്കുന്നത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 8 ഇതിഹാസ ഗായകനും സംഗീത സംവിധായകനുമായ ഡോക്ടർ ഭൂപൻ ഹസാരികയുടെ ജന്മശതാബ്ദിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അസം സർക്കാർ. അസം സർക്കാർ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആഘോഷം സെപ്റ്റംബർ 8 ഇന്നലെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. 1926 സെപ്റ്റംബർ 8 ഡോക്ടർ ഭൂപൻ ഹസാരിക അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സെപ്റ്റംബർ 8 അതായത് ഇന്നലെ 100ാമത്തെ ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് ആസാമിൽ ഒരു വർഷത്തെ ആഘോഷങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഭാരത് രത്ന ഡോക്ടർ ഭൂപൻ ഹസാരിക ഏത് പേരിലാണ് സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത്? സുധാകാന്ത, അമൃത് ശബ്ദമുള്ളത്. ഡോക്ടർ ഭൂപൻ ഹസാരിക വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഗായകനും സംഗീത സംവിധായകനുമായിരുന്നു. അദ്ദേഹത്തെ എപ്പോഴും സ്നേഹപൂർവ്വം അറിയപ്പെട്ടിരുന്നത് സുധാകാന്ത എന്ന പേരിലാണ്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.